ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കേക്ക് റെസിപ്പി നോക്കാം. ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കേക്കുകളിൽ ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻറ്റ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ആദ്യം നമ്മൾ ഒരു ബൗൾ എടുക്കുക. ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 235 ml ഒരു കപ്പിലാണ് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടണ്ട 2-2.5 ടേബിൾ സ്പൂൺ മാക്സിമം, അതായത് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തെ സ്പൂണിൽ 2-2.5 സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്നങ്ങ് മിക്സാക്കുക. മിക്സാക്കിയതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതൊന്ന് പിരിയും. ആ ബട്ടർ മിൽക്കാണ് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ പാലൊക്കെ ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ട്. ഇതേ കണ്ട. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ട്. അടുത്തതായിട്ട് നമ്മളൊരു കേക്കൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചു. അതിലേക്ക് ഒരു കപ്പ് പൊടിച്ച ശർക്കര, അല്ലെങ്കിൽ ശർക്കര പൊടിയാണത്. റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഇപ്പോൾ ശർക്കര പൊടി വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ ചെറിയ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇതുപോലത്തെ തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ അതങ്ങ് മിക്സ് ആയിക്കോളും. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ നമുക്ക് 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കര പൊടിച്ചതും ഈ റിഫൈൻഡ് ഓയിലും കൂടി ഒന്ന് നന്നായി ഒന്ന് നമുക്ക് ഇങ്ങനെ അങ്ങ് മിക്സ് ആക്കാം. അപ്പോൾ ഒരു വിസ്ക് എടുത്തോ, വിസ്ക് വെച്ച് മിക്സ് ചെയ്യാനാണ് കുറച്ചും കൂടി ഈസി. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, ആ ബട്ടർ മിൽക്കും കൂടിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി കൈ വെച്ച് ഇതൊന്ന് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കണം. ഇത് ഒരിത്തിരി ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് സമയം എടുക്കൂട്ട. നമ്മൾ ശർക്കര പൊടി എടുത്തത് കൊണ്ട് അത് മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പം അതൊന്ന് നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കട്ടെ. അപ്പോൾ അതേ ഏകദേശമൊക്കെ നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിൽ ശർക്കരയ്ക്ക് പകരം ബ്രൗൺ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് ശർക്കര തന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിക്സ് ഞാൻ ഇവിടെ നന്നായിട്ട് എല്ലാതും കൂടി യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളിതൊക്കെ കൂടി മിക്സായിട്ട് എടുക്കുമ്പോൾ കിട്ടേണ്ടത്. ഇതിലേക്ക് നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു അരിപ്പ് വെച്ചു. അതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയിലാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് മൈദയിൽ വേണമെങ്കിൽ മൈദയിലും ചെയ്യാം കേട്ടോ. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മൾ ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണോളം ഉപ്പ്, അതായത് 2 നുള്ളു ഉപ്പ്. ഇത്രയുമാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തത്. ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇനി ഒരു സ്പാറ്റിൽ വെച്ചിട്ടാണെങ്കിലും മിക്സ് ആക്കിയാലും മതി കേട്ടോ. അങ്ങനെ വിസ്ക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് മിക്സ് ആയിക്കോളും. പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇത് മിക്സ് ആക്കുമ്പോൾ ഇത്തിരി കട്ടിയിലായിരിക്കും ഇരിക്കുക. അതായത് ഇപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ശരിക്കും ഗോതമ്പ് പൊടിച്ചതാണ്. ചില ഗോതമ്പ് പൊടിയിൽ നമ്മൾ വാങ്ങുന്നതിൽ മൈദയുടെ ഒക്കെ മിക്സ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഇത്രയ്ക്ക് കട്ടി ഉണ്ടാവില്ല നമ്മൾ മിക്സ് ചെയ്തിട്ട് വരുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം. അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ല കട്ടിയിലുള്ള ഒരു മിക്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് പാലെടുത്തു. ഈ 1/4 കപ്പ് പാല് കുറച്ചായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കുകയാണ്. അപ്പോൾ പാലിന് പകരമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പാല് ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ, കുറച്ചായിട്ട് ചേർക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോഴത്തേനും കറക്റ്റ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസി ചിലപ്പോൾ ശരിയായിട്ട് കിട്ടും. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പാല് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് നമ്മുടെ ആ ഒരു കേക്ക് മിക്സ് ബാറ്റർ ശരിയാക്കണത്. ഏതാണ്ട് ഇതുപോലെ ഇരിക്കണം ലാസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന ബാറ്റർ. കണ്ട ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ കേക്ക് മിക്സ് ഇരിക്കാനായിട്ട്.
അപ്പോൾ അതുപോലെ നിങ്ങൾ അതിലേക്ക് പാലോ തിളപ്പിച്ചാറിയോ വെള്ളവും ചേർത്ത് മിക്സാക്കിയിട്ട് എടുത്താൽ മതി. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതാണ്. സാധാരണ നമ്മൾ വാനില എസൻസോ അല്ലെങ്കിൽ കോഫി പൗഡറൊക്കെ അല്ലേ ചേർത്ത് കൊടുക്കുക. അതിന് പകരം നിങ്ങൾ ഇതുപോലെ ഇഞ്ചി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കി, കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യും. ഒരു സൂപ്പർ ഫ്ലേവറാണ് കേട്ടോ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് ചേർക്കുമ്പോൾ. അപ്പോൾ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 1-1.5 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. പിന്നെ കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഡസ്റ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ആ ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ്സിൻ്റെ ആ പീസസ് ഞാൻ ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഡേറ്റ്സും മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സ് ഒക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടിയും ഈ ഒരു ബാറ്റർ നമുക്കൊന്ന് റിച്ച് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട ഈ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ കേക്ക് ബാറ്റർ. വല്ലാതെ അങ്ങ് ലൂസാവാനും പാടില്ല, അങ്ങ് അധികം കട്ടിയാവാനും പാടില്ല. അടുത്തതായിട്ട് ഇതുപോലെ ഒരു ബേക്കിംഗ് ടിന്നെടുക്കുക. അതിലൊന്ന് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ കേക്ക് മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സ് ഞാൻ ആ ഒരു ബേക്കിംഗ് ടിന്നിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കോളും. അതിൻ്റെ മേലെ ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സിൻ്റെ പീസസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്ത എള്ളാണ് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കറുത്ത എള്ള് വേണ്ട കേട്ടോ, വെളുത്ത എള്ള് വേണം. കാരണം കറുത്ത എള്ള് വരുമ്പോൾ ടേസ്റ്റിൽ കുറച്ചും കൂടി ആ ഒരു എള്ളിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ കിട്ടും. അപ്പോൾ വെളുത്ത എള്ളാണെങ്കിൽ നമുക്ക് അത്ര കുഴപ്പമില്ലാത്തൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 180 ഡിഗ്രിയിലുള്ള ഓവനിലേക്ക് ഞാൻ കേക്കിൻ്റെ ആ ഒരു ടിന്ന് വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് 35 മുതൽ 40 മിനിറ്റ് വരെ നമുക്കത് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഇത് നിങ്ങൾക്ക് പാനിലും ഇതേ മിക്സ് തന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓവനിൽ തന്നെ ബേക്ക് ഒന്നുമില്ല. അപ്പോൾ ഞാൻ 35 മിനിറ്റ് ബേക്ക് ചെയ്ത ശേഷം കേക്ക് പുറത്തേക്ക് എടുത്തു. ഇനി ഇവിടെ ഇരുന്നൊന്ന് നന്നായിട്ടും തണുക്കട്ടെ. തണുത്ത ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ നന്നായി തണുത്ത ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി ഇതേ കണ്ട നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് ഞാൻ ഇപ്പോൾ ബാക്ക് ചെയ്യുന്ന ആ ഒരു ബട്ടർ പേപ്പറും ഞാൻ മാറ്റിക്കണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പാനിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കേക്ക്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവറാണ്. അത് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് മറ്റുള്ള കേക്കുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുകയും ചെയ്യും. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. നമ്മൾ ഈവനിങ്ങിൽ സ്നാക്സൊക്കെ ഉണ്ടാക്കാറുണ്ട്, എന്തെങ്കിലും വറവ് പൊരിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടീ കേക്ക് ഇതിൽ നമുക്ക് ട്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉള്ളൂ. ശർക്കര ചേർത്തിട്ടുണ്ട്, നമ്മൾ ഡേറ്റ്സ് ഒക്കെ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. മേലെ ഇത്തിരി എള്ളുണ്ട്. അപ്പോൾ ആ ഒരു എള്ളും കൂടി ടേസ്റ്റും കൂടി നമുക്ക് ചെറുതായിട്ട് കിട്ടും. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്.